ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അസർബൈജാനിലാണ്. അസർബൈജാനിലെ കുബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. സോ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് ഇനി അടുത്തൊരു വില്ലേജിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നമ്മൾ കുറച്ച് ഔട്ടറിലാണുള്ളത്. ഇവിടുന്ന് ഒരു 54 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ വില്ലേജിലെത്തും. പിന്നെ ഒരു പഴയ വില്ലേജൊക്കെയാണ്. ഇവിടെ മോസ്റ്റ്ലി എന്താ പറയുക, കുറച്ചൊക്കെ വില്ലേജ് ഏരിയയാണ്. ഈവൻ ഇത് കുറച്ച് ടൗണിൽ നിന്ന് അപ്പുറമായിട്ട് തന്നെ ഭയങ്കര ഒരു സൈലൻറ്റ് ആ ഒരു ഫീലൊക്കെയാണ് ഉള്ളത്. സോ ഇവിടുന്ന് ഹിച്ചാക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ നമ്മളൊരു ഫ്രൂട്ട്സ് മേടിച്ചാണ് കേട്ടോ. ഇതൊക്കെ ഇതിൽ 2 എണ്ണം അവർ ഫ്രീ ആയിട്ട് തന്നെ. താങ്ക് യു സോ മച്ച്. നല്ല സ്നേഹമുള്ള ആളാണ്. എനിക്ക് ആ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താണ്, ജാപ്പനീസ് പേഴ്സിമോൻ, അതാണ് അതിൻ്റെ പേര്. കഴിഞ്ഞ ദിവസം ഞാൻ മാംഗോസ്റ്റീ എന്നൊക്കെ പൊട്ടത്തരം പറയുന്നുണ്ടായിരുന്നു, പേര് ഓർമ്മല്ല അതിൻ്റെ. അപ്പോൾ അതാണ് മേടിച്ചിട്ടുള്ള ഒരു പിയർ മേടിച്ച് ഒരു ആപ്പിളും അങ്ങനെ എല്ലാം ആയിട്ട്. എനിക്ക് ഈ ജാമ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ജാമാണ്, കണ്ടില്ലേ, നല്ല രസമാണ് അത് കാണാൻ. 10 മനാത്ത്, യെസ്, 10 മനാത്താണ് അതിന് 2 മനാത്ത്. പക്ഷെ അത് വാങ്ങിക്കഴിഞ്ഞാൽ കയ്യിൽ വെക്കാൻ ഇതില്ല, അത്രയും വലിയ ഡബ്ബയാണ്. അതാണ് നമ്മളിവിടെ വന്നിട്ട് ഹിച്ചാക്കിയാണേ. അവൻ അവിടെ പോയിട്ട് അവിടുത്തെ ഒരാളോട് സംസാരിക്കുകയാണ്, ചോദിക്കാൻ വേണ്ടി. ഹായ്, ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. പിള്ളേർ നടന്നു പോകുന്ന പെൺകുട്ടികളൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട്. ഹായ്, എന്ത് ക്യൂട്ടാണ് കാണാൻ, നല്ല രസമാണ് ഇവരെ കാണാൻ. എസ്പെഷ്യലി ഗുഡ് ബൈ ഈ മൗണ്ടൻ ഏരിയയിൽ. ഇത് ലിഫ്റ്റ് കിട്ടുമോയെന്നറിയില്ല, ചോദിച്ചു നോക്കാം. ഹായ് ഹായ്, വേർ ആർ യു ഗോയിങ്? You go where? Cuba? Lift? Okay, thank you. ആ വണ്ടിയിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുബ എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഉണ്ട്. ടൗണിലേക്ക് നമ്മൾ എത്തണം. ടൗണിലേക്ക് വരെ ആളുടെ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിള്ളേർ പൈസ വെച്ച് നോക്ക്. എന്ത് മണി എന്ത് പണി? എന്തിന് നോക്ക്. വന്നിട്ട് നമ്മൾ നടന്നു പോണതിന്റെ ഇടയിൽ അവർ വന്നിട്ട് പൈസ വയ്ക്കുന്നു. എന്തിനു പൈസ? നീ എന്തോന്ന് മിണ്ടാ നിക്കുന്നു? അസർബൈജാനിൽ 2 ഡയലോഗ് അടിക്കണ്ടേ? പിള്ളേരാണ്, എന്തടി വാങ്ങണ്? നമ്മളൊന്ന് പൈസ വെച്ചിട്ടല്ലേ. അവിടുന്ന് 1-2 വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഒരു പുള്ളിക്കാരന്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇവിടെ പോകുന്ന വഴി നല്ല രസമുണ്ട് കേട്ടോ. അവിടെ പോകുന്ന വഴി നോക്ക്, കാറുകളൊക്കെ കണ്ടോ, പഴയ ടൈപ്പ് കാറുകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ആക്ച്വലി കുറച്ചുകൂടെ ഗ്രീനറി വന്നിട്ടുണ്ട്. ഇത്ര നേരം ഭയങ്കര ഡ്രൈ ലാൻഡ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഒരു ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. നൈസാണ് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടേക്കൊക്കെ നല്ല പച്ചപ്പുണ്ട്. പക്ഷെ എനിക്ക് നിറയെ പച്ചപ്പ് വേണം. പച്ചപ്പില്ല ടൈമിലാണ് വരണം. അപ്പൊ പച്ചപ്പ് എനിക്ക് കാണണമെങ്കിൽ ഞാൻ സമ്മറിൽ വരണം. ഞാനിങ്ങനെ ടൈം തെറ്റി വന്നു, ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നോണ്ട്. അപ്പോൾ നല്ല പച്ചപ്പ് കാണണം എന്നുള്ള, എന്നെ പോലെ പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന, പച്ചപ്പ് കാണാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ സമ്മർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം, അസർബൈജാൻ ആയാലും അർമേനിയ ആയാലും ജോർജിയ ആയാലും ഒക്കെ ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ പച്ചപ്പുണ്ട് പക്ഷെ ഒരുപാടില്ല. അല്ലെങ്കിൽ നമ്മളെ കാശ്മീരും സ്വിറ്റ്സർലൻഡൊക്കെ പോലെ അത്രയും ഗ്രീനറി ഉണ്ടാവും. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളിക്കാരായിട്ട് സംസാരിച്ചപ്പോൾ ആള് ഫുഡ് കഴിക്കാൻ വാ, വീട്ടിലേക്ക് വാ, ചായ കുടിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ആളുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്, നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ആളുടെ നോക്ക്, ഈ കാണുന്നതാണ് വീട്. ഇവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചെന്താ പറയുക, ഇവരുടെ കർട്ടൻസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒരു നെറ്റ് പോലെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ബ്രൈറ്റ് ആയിരിക്കും. നമ്മളൊക്കെ നാട്ടിൽ ചില വീടുകൾ മാത്രം ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടോ, നല്ല വെളിച്ചമാണ്. എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ ആ വെയിലടിച്ചിട്ട് ഒന്ന് വാമാവല്ലോ ഉള്ളിലൊക്കെ. ആൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. എടാ, അസർബൈജാനിൽ ചോദിച്ചേ, ഇവിടെ ഒറ്റയ്ക്കാണോ പുള്ളിക്കാരനെന്ന് ചോദിക്ക്. എന്താ അറിയില്ലേ, ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുക. എത്ര ബുദ്ധിമുട്ടുണ്ടോ? ചോദിക്കറിയൂലേ? അറിയാ, അസർബൈജാൻ അറിയാ പറഞ്ഞിട്ട്. ഞാൻ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കണം. ഒറ്റക്കാണോന്ന് ചോദിക്കാൻ അതും അറിയില്ലേ? ഇതെന്താ ഇവിടെ എന്തോ ഫുഡ് തരാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്, അപ്പൊ ഞാനത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ എന്തോ ഇവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണേ. എന്താന്ന് മനസ്സിലാവുന്നില്ല അല്ലേ. തൈരോ എന്താ ഇട്ടേക്കുന്നത് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മനുഷ്യനാണേ. ഇവിടെ ഒറ്റയ്ക്കാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റയ്ക്കായിരിക്കും എന്തായാലും. എന്തോ പറയുന്നത്? എന്താ
നമ്മളോടല്ല ഫോണില. നോക്ക് എന്തോ ഒരു സാധനം, ഇത് ഹാർട്ടിന് നല്ലതാന്നാണ് പറയുന്നത്. നമ്മളോട് കഴിച്ചോ എന്ന് പറഞ്ഞേ. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. വേണ്ട, പല കളറിലാണ്. ഇതാ ഞാനവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കഴിച്ചോട്ടെ കേട്ടോ. നമ്മളെ നാട്ടിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴനിക്കായ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചെറുത്ത്. അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്. പക്ഷെ ഇതിൽ ഫുള്ള് കുരുവാ, നിറയെ കുരു. കുരു കണ്ടോ? കട്ട് ചെയ്താ ഏതാ? സോസേജാ ഇത്? കട്ട് ചെയ്യാനാ? ഓക്കെ, നമ്മളിത് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നേക്കാം. ഞാനിതാ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ചീസ് ഇതാ ഒരു വെള്ളത്തിൽ നിന്നല്ല ആള് ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ബ്രെഡ് അത് കട്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിന്നോട് നോക്കി ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കണ്ടോ. ഇതിങ്ങനെ പീനട്ടെല്ലാം ഇതാക്കിയിട്ടുണ്ട്. എന്താ ചോക്ലേറ്റ് ഉണ്ടോ, ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാനായിട്ടുള്ളത്. ഇവിടെ എല്ലാം അവിടെ ഇങ്ങനെ കാണാം കേട്ടോ. ഇനി എന്താക്കാൻ പോയി? അവനെവിടെ എന്താക്കുന്നത്? പ്ലേറ്റ് എടുക്കുന്നേ. ഓക്കെ, പ്ലേറ്റ് എടുത്ത് സെറ്റ്. നല്ല മനുഷ്യനല്ലേ, നല്ല സ്നേഹം. അത് ആരാന്നാ പറഞ്ഞത് ആ ഫോട്ടോയില്? ആരെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ചുമ്മാ ചുമ്മാ പറയുക. ആ ലിക്കറൊക്കെ എടുത്തിട്ട് വരുന്നു. ലിക്കർ കുടിക്കോ നീ? ലിക്കറാടാ. ഇതെന്താ സാധനം? ഇവിടെ വോഡ്ക 40% ആൽക്കഹോൾ കണ്ടന്റോ. എൻ്റെ അമ്മ, നല്ല റിച്ച് സാധനം. റോയൽ ഗോൾഡൻ റിങ്സ്. വാവ്, ആൾക്ക് ഇതെന്തോ വാറ്റുണ്ടാക്കണ പരിപാടിയെന്ന് തോന്നുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടേ കുറേ വാറ്റെല്ലാം എടുക്കുന്നത്. ഇതെന്താ ചായപ്പൊടിയാ? ചായപ്പൊടിയോ? ഓ ലാറ്റെ, കാരമലാണോ? കാരമലോ ആണ്, എനിക്കിത് ഇഷ്ടം. കാരമൽ ലാറ്റെ. ഇതാണ് നമ്മുടെ ആൽപ്പൻ ലീവൻ്റെ മിഠായിൻ്റെ അതേപോലെ ഉണ്ട്. ഇതവിടെ ഒരാള് ബ്രെഡ്. മൂർച്ച ഒന്നും ഉണ്ടാവില്ല, മൂർച്ച ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ആക്ക് നീ. ബ്രെഡിനെ കൊല്ലടാ. ഞാനിവിടെ ഹേസിൽനട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക്, പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പല സൈസിൽ പല ഷേപ്പിൽ ഇങ്ങനെ പൊട്ടിക്കാ. ഓ എന്ത് രസാ, നല്ല സുഖം ഇങ്ങനെ പൊട്ടിക്കാൻ, നല്ല സുഖമുണ്ട്. ഞാൻ അത്ര നേരം പല്ലൊക്കെ വെച്ച് കഷ്ടപ്പെട്ടാട്ടോ പൊട്ടിച്ചത്. അത് ഞാൻ ആ ചിക്കൻ്റെ ഇത് കഴിച്ചില്ല കേട്ടോ. എനിക്ക് എന്തോ അത് ഒരു ഇത് തോന്നിയില്ല. ശിവ നല്ല പോലെ ഫുഡ് കഴിച്ച് നല്ല കഴിച്ച് വയറ് സെറ്റ് ആയിട്ടുണ്ട്. എനിക്കത് കഴിക്കാൻ ഒരു മൈൻഡില്ല. പക്ഷെ ഞാൻ ആ ക്യുക്കുംബർ ഫുള്ള് കഴിച്ച്. ഇത് ഇവിടെ ഫ്രൂട്ട് ജാമാണ്, ഇങ്ങനെ പീച്ചും എന്തൊക്കെയോ ഇട്ടിട്ട് അതെല്ലാം ഞാൻ കുറെ കഴിച്ചു. എന്നോട് പറയും ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഇത് കൊണ്ടുപോയിക്കോളാന്, അത്രയ്ക്ക് സ്നേഹമാണ്. പിന്നെതാ ഇത് കഴിക്കുന്നുണ്ട്. ഞാൻ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ കാരമൽ ലാറ്റെ കോഫിയൊക്കെ ഉണ്ടായി, അത് കഴിച്ച്. അങ്ങനെ ഞാൻ ബ്രെഡിൻ്റെ കൂടെ ജാം കുറച്ച് കഴിച്ച്. അങ്ങനെ ഫുൾ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് പറയുന്നത് ഇവിടെ നിന്നോ, നല്ല സ്നേഹമാണ്. ജാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എടുത്തോളാൻ, അത്രയ്ക്ക് സ്നേഹം. നമുക്ക് വാൾനട്ട് പൊട്ടിച്ച് നോക്കാം. വാൾനട്ട് കുറച്ച് വലുതായിട്ട്. ഈ സാധനം തന്നെ കൊള്ളാം. ഓ കുറച്ച് ഹാർഡായിട്ട് പൊട്ടിക്കണം, അമർത്തിയാലാണ് അത് വരുള്ളൂ. ഇത് ഫ്രഷ് ആട്ടോ. എന്താ വേറെന്താ കൊടുന്ന് വെച്ചാ? എന്താ സാധനം അറിയുന്ന ഭാഷയിൽ ചോദിക്ക് എന്താന്ന്. എന്താ പറഞ്ഞത്? പ്രോട്ടീനാ കഴിച്ചോ? എന്താ പറ, എനിക്ക് മനസ്സിലായിക്കില്ല. ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം തന്നെ കാണുന്നത്. നോക്ക്, നമ്മളെന്തിനും ലൈഫിൽ മുന്നേ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്തോ ഒരു സാധനം കേട്ടോ, മനസ്സിലാവുന്ന പോലും ഇല്ല എന്താന്ന്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തരുന്നത് പുള്ളിക്കാരൻ കഴിക്കാനായിട്ട്. നമ്മൾ എന്തോരം ഫുഡാ കഴിച്ചെന്നറിയോ? അതെന്നെ അറിയൂല. ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോവാ. അതെങ്ങനെ പോവാ? ഇതെന്താ കിച്ചണോ? കിച്ചൺ താഴെയാ? എന്താലേ
AC ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ. ഇതെന്താ ലിക്കറാ അല്ലേ? ഫുള്ള് വോഡ്ക അല്ലേ? എന്റെ അമ്മ ഫുള്ള് വോഡ്ക. നോക്ക് എന്തോരാ ഇഷ്ടം പോലെ. അതെല്ലാം ഉണ്ട് ഫുള്ളായിട്ടുണ്ട്. അവരുടെ കിച്ചണാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കിച്ചണോ എന്തോ ഒരു വർക്ക് ഏരിയ എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ എവിടൊക്കെ ലിക്കറിന്റെ സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇതാ ഇവിടെ വേറെ വണ്ടി ഉണ്ടല്ലോ. നമ്മൾ ഈ വണ്ടിയിലല്ലല്ലോ വന്ന്. ഇത് വേറെ വണ്ടി. ഇത് വേറെ വണ്ടിയല്ലേ? പള്ളിയാണോ അത് തൊട്ടപ്പുറേ? ഇവരൊക്കെ മുസ്ലിം ആട്ടോ. നമ്മുടെ നാട്ടിലൊന്നും മുസ്ലിംസിന്റെ വീട്ടിൽ കള്ളുണ്ടാവൂലല്ലോ. വാവ്, ഇതെന്താ വേറെ വീടോ? വീടിന്റെ ഉള്ളിൽ വേറെ വീടാ? ആളൊറ്റക്ക് ഇത്രയും വലിയ വീട്ടിലല്ലോ. വാവ്, എന്ത് സ്മെല്ലല്ലേ. എന്ത് രസാ. നോക്ക് ഫുൾ ആപ്പിളാ കാണുന്നത്. കണ്ടോ? ഫുൾ ആപ്പിളാണേ. ഇത് പുറത്തേക്കുള്ള ഏതോ എൻട്രൻസിലെത്തിയില്ലേ നമ്മള്? ഇതാ വെള്ളമെല്ലാം ഒഴുകി പോകുന്ന ഇവിടെ കാണുന്നത്. കണ്ടോ? വേറെ ഏതോ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്ക്, ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ വീട്. വെറുതെ ഇവർക്ക് കൃഷി ഫാം ഒക്കെ അല്ലേ? എന്തോ പറഞ്ഞു മനസ്സിലാവുന്നില്ല അല്ലേ? എന്താ അത്? കൊറേ ബുക്കെല്ലാം കാണുന്നുണ്ട്. അത് എന്തിന്റെ ബുക്കാ എന്തോ മനസ്സിലാവുന്നില്ല. പല ടൈപ്പ് ആപ്പിളാട്ടുള്ളത്. കണ്ടോ? കുറേയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് പുഴുത്തു പോയിട്ടുണ്ട്. കണ്ടോ? ഗ്രീൻ ആപ്പിള്, ബ്ലൂവും പല 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 കളർ ആപ്പിളാണ്. എന്തോരാപ്പിളാ ചേടാ, ഇഷ്ടം പോലെ. എനിക്ക് ഇവരുടെ ഈ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ല, ഓരോ ഗ്ലാസ്സുകളും ഭയങ്കര തിളക്കമായിരിക്കും, കാണാൻ ഭയങ്കര രസമാണ്. ഇത് എന്തിൻ്റെയോ കായാണ്. ഇതെന്താന്ന് മനസ്സിലാവണില്ല. ഇത് ഹേസിൽനട്ടാണോ? അല്ലല്ലോ. ഇതെന്താ മനസ്സിലാവണില്ലല്ലോ. ഓ, ഞാൻ നേരത്തെ എല്ലാം നമ്മൾ ആഷിക്കിനെ വിളിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവന് ഭാഷ അറിയാവുന്ന. ഇത് ഫിഗാണോ? മനസ്സിലാവുന്നില്ല എനിക്ക് കണ്ടിട്ടും. ഞാനൊരു പൊട്ടത്തി. ഇവിടെ വീണ്ടും വീടോ? ഇതെന്താ എത്ര വീടാ? എനിക്ക് തോന്നുന്നു ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് കുറേന്നല്ലേ. ആ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പണിക്കാരുണ്ട്. പക്ഷെ കുക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ്. കണ്ടോ? ഇതെന്താ പിയറല്ലേ? പൊട്ടേറ്റോ. ഇതൊക്കെ ആളുടെ കൃഷി തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വേറെ ചില ഏരിയയിൽ ആൾക്ക് കൃഷി ഉണ്ടാവുന്നു. ഓ, ആള് നമ്മളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണേ ഓരോ സ്ഥലങ്ങളൊക്കെ. ആളുടെ മകള് ഇംഗ്ലീഷ് ടീച്ചറാണ്. ബാക്കൂല് അങ്ങോട്ട് ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവര് സംസാരിച്ചിട്ട്. എന്ത് ഇതല്ലേ ഇതാണ് നമ്മള് കടയിൽ നിന്ന് കണ്ടത്. ഇത് നമ്മള് കടയിൽ നിന്ന് കണ്ടോ? അയ്യോ, ഇതെന്താന്നറിയില്ല. പിച്ചി തിന്നോക്കാട്ടോ. ഇതൊക്കെ കണ്ടോ? ഇത് നമ്മള് എനിക്ക് നല്ലത് ഇതെന്താ സാധനം? ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം നല്ലതാണോ അല്ലേ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? കണ്ടോ? ഈ സാധനം നമ്മൾ ആ കടയിൽ കണ്ടേ, പക്ഷെ അപ്പം മനസ്സിലായില്ല. ഇല്ലല്ലോ, മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തായിരിക്കും? തിന്നോക്കാല്ലേ. എന്താല്ലേ, നേരെ പറിക്കുക, അവിടുന്ന് അങ്ങനെ തിന്നാം. മനസ്സിലാവണില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നും. ഓ, നമ്മളെ കുമ്പളങ്ങ പോലത്തെ മത്തങ്ങ പോലത്തെ ഒരു സാധനം. അത് സൂം ചെയ്താഞ്ഞിക്ക് കണ്ടോ? കുമ്പളങ്ങ പോലത്തെ വലിയൊരു സാധനം മത്തങ്ങ. ഇതൊക്കെ എന്താന്ന് മനസ്സിലാവണില്ലേ. വേറെ എന്തൊക്കെയുണ്ട് ഈ കൃഷിയൊക്കെ? എന്താ ഹേസിൽനട്ടാണോ? എടാ, ഇത് ഹേസിൽനട്ടാണ്. കണ്ടോ? നല്ല വലുതല്ലേ ഇത് ഹേസിൽനട്ട്. ഹേസിൽനട്ടിന് മലയാളല്ലേ, ഏത് ഭാഷയിലാ പറയാ? അതൊക്കെ ആ കാണുന്ന ആ മറ്റേ കാനഡേന്റെ ഇല പോലത്തെ ഇലയില്ലേ, അത് ഹേസിൽനട്ടാണ്. എനിക്കറിയാം. കാരണം ഞാനന്ന് ജോർജിയയിൽ ടർക്കിക്കാരൻ എന്നോട് പറഞ്ഞു ട്രക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ഹേസിൽനട്ടാണ്. അവിടെ ഞാൻ പോക്കറ്റിലൊക്കെ 2 ഹേസിൽനട്ട് എടുത്ത് കൊടുത്തിരിക്കും. അവിടെ എന്തൊക്കെയോ കൃഷി കേട്ടോ. അവിടെ പല പല കൃഷിയുണ്ട്. എന്താ അതാ പോയി കുലിക്ക് നോക്കുന്നുണ്ട്. നല്ല രസം, നല്ല മനുഷ്യൻ. എന്താ സാധനം? എന്താ ഒരു ഫ്രൂട്ടാലോ? അതാ എന്തൊരു വെറൈറ്റി ഫ്രൂട്ട് അല്ലേ? ആപ്പിളാ? അല്ലല്ലോ, ആപ്പിളല്ല, വേറെ എന്തോ സാധനം.
നമ്മള് നേരത്തെ കഴിച്ച സാധനമില്ലേ പീച്ച് ആ പീച്ച് ആ പീച്ച് പീച്ചിന്റെ സാധനം അല്ലേ അപ്പൊ ഇതോ ഇതെന്താ ആ ഹേസിലിട്ടുണ്ട് ഇല മാറുമ്പോ സംശയതാ ഇല പൊഴിയുന്ന കാലാണ് കേട്ടോ ഇങ്ങനെ എവിടെയാണ് ഹേസിലട്ട് അതിന് നമ്മുടെ നാട്ടിൽ ഹേസിലട്ടേ ഇല്ല ചെടിയേ ഇല്ല ഞാൻ ആദ്യമായിട്ട് തുർക്കിന്നാണോ ആദ്യമായിട്ട് ഞാൻ തുർക്കിന്നാണ് ഹേസിലട്ടിന്റെ ചെടി തന്നെ കാണുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെയൊക്കെ എന്തൊക്കെയോ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ പല പല ഫ്രൂട്ട്സ് ഒന്നും മനസ്സിലാവുള്ളത് എന്താ നമ്മളെ ചീര പോലെ പല പല സാധനങ്ങളുണ്ട് അല്ലേ ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് തിന്നാനുള്ളതും തിന്നാനില്ലാത്തതും ആപ്പിൾ എത്ര കിടക്കുന്നില്ലേ ഇതെല്ലാം ആപ്പിളല്ലേ ആപ്പിളല്ലേടാ ഇത് മത്തൻ്റെ കണ്ടോ ചെറുത് ഇതൊക്കെ ഇതൊക്കെ മത്തൻ്റെ ആ സാധനം വള്ളി ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതൊക്കെ ആപ്പിൾ മരാ ഇവിടെ ഒന്നും ആരുമില്ല വെറുതെ കളയും നമ്മുടെ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൽ ചക്കയും മാങ്ങയും വെറുതെ പോകുന്നത് അതുപോലെ ഇവിടെ ആപ്പിള് പോകുന്നത് അല്ലേ ആപ്പിള് ഹേസിലിട്ടു എന്റെ മോനെ ആപ്പിള് പൊട്ടിക്കുക കഴിക്കുക അത്രേ ഉള്ളൂ ഇപ്പൊ സീസണെല്ലാം തീർന്ന് അല്ലെങ്കിൽ നിറഞ്ഞു നിക്കുന്നുണ്ടാവും ഒരു പൊട്ടിച്ചിട്ട് ബാക്കിയുണ്ടോ നിലത്ത് കിടക്കുന്നത് ഇഷ്ടംപോലെ നിലത്ത് കിടക്കും ഇതെല്ലാം കൂടെ കണ്ടിട്ട് തിന്നാൻ തോന്നില്ല അല്ലേ അത്രയും കുറെ സാധനം കാണുമ്പോ തിന്നാൻ തോന്നൂല ഇപ്പോഴും ഉണ്ട് നല്ലതൊക്കെ ചെറുത് ആപ്പിള് സൂപ്പർ അടിപൊളി അടിപൊളി എന്ന് എങ്ങനെ പറയും യക്ഷി യക്ഷിയാ യക്ഷി യക്ഷി Bir başka yerde de var. എന്ത് എന്ത് Buradan o yanda da var menşe. വേറെ സ്ഥലത്തുണ്ട് ഓ കാറിൽ പോവാൻ ഓ ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി നൈസ് സൂപ്പർ വേറെ എന്തോ ഒരു സാധനം എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ പുള്ളിക്കാരന് Teşen getiriver. ചായ് നല്ലോണം ചായ് Dağ çay gorun. ഇത് നമ്മള് കഴിഞ്ഞ ദിവസം വാട്ടർഫോൾ പോയപ്പോ ഒരു അമ്മച്ചി കാണിച്ചു അതന്നെ ചായന്റെ ചായന്ന് പറഞ്ഞു നല്ല സാധനം ഉണ്ട് കേട്ടോ എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളും മണമുള്ള സാധനങ്ങളൊക്കെ ചായയിലിടുന്നു ഗുഡ് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില് ഉണ്ടാവില്ലേ ചില വീടുകളില് ചക്ക മാങ്ങ അതുപോലെ തന്നെ കൃഷിയൊക്കെ അതുപോലെ ഇവിടെ എന്താ കത്തിക്കാനിട്ടേക്കുന്ന എന്തൊക്കെയോ പറഞ്ഞിരുന്നുണ്ട് പകുതി നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പകുതി ഊഹിച്ചാണ് എടുക്കുന്നത് പക്ഷെ ഇത് ഹേസിലട്ടാണ് ഹേസിലട്ടല്ലല്ലോ ആകെ സംശയായി ഹേസിലട്ടിന്റെ ആ നട്ടാവുന്നതിന്റെ മുന്നുള്ളതാന്ന് തോന്നുന്നു പച്ച അല്ലേ കാരണം ആ ഇല ഹേസിലട്ടിൻ്റെതാണ് പച്ചയായിട്ടുള്ളതാന്ന് തോന്നുന്നു അതാണ് ഞാൻ വിചാരിക്കുന്നു അതെ അതന്നെ ആയിരിക്കും ഇല കൊഴിയുന്ന കാലാണ് തിന്നോ എന്താ അത് ഫിഗാണ് കാനഡന്റെ ഇല ഹേസൽനട്ട് ആ ഫിഗ കഴിച്ചോ അല്ലത് ഫിഗ ഇത് ഫിഗാണ് കഴിച്ചോക്കിയാലോ കഴിച്ചോ ഇത് ഫിഗ കാനഡന്റെ ഇലൊക്കെ അപ്പുറം ഇതല്ലേ കാനഡ നല്ലാന്ന് പറയണേ ആര് പറഞ്ഞു ആള് പറയുന്നത് ഞാൻ ഇത് കഴിച്ചോട്ടെ ഇത് അത്ര ഇതായിട്ടില്ല ഒരുപാട് പഴുത്തുണ്ട് ചാടല്ലേ ചാടല്ലേ വേണ്ടോ ആദ്യം പഴുത്തിട്ടില്ല ഫിഗാണ് എല്ലാം ഫിഗാണ് Bu evden başka o yanda da bizim evimiz var. Ev. ആ Böyle bu tarafta da. ഇവന് വേറെ പൊരണ്ട എന്തോ ഉണ്ട് കൊറേ ഇതിലുള്ള Ondan biri o yanda da var. ആ വേറെ പൊരണ്ട് ഇങ്ങനെ കൃഷിയൊക്കെ ഉള്ളത് അതെയാ എനിക്ക് മനസ്സിലായി വേറെ പൊരണ്ട് തന്നില്ലേ നമുക്ക് ഇത്രയും വലിയ വീട്ടിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കേട്ടോ ഈ ഒരു വീട്ടില് താഴത്തെ നിലയുണ്ട് മുകളത്തെ നിലയുണ്ട് ഇവിടെ വീടുണ്ട് അവിടെ വീടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് ആളവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളെ കണ്ടപ്പോൾ സ്നേഹത്തോടെ വീട്ടിലേക്കെല്ലാം വിളിച്ചിട്ട് വന്ന് അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തന്നേക്കാണ് ഇന്നിവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് ഫുള്ള് ഇങ്ങനെ ഇവിടെ മാറ്റ് ഉണ്ടാവും എല്ലാവിടെയും ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് വേണമെങ്കിൽ വലിച്ചിട്ട് ബെഡാക്കാം ഇത് വലിച്ച് ബെഡാക്കാം ഇത് ഓൾറെഡി വലിച്ച് ബെഡാക്കി ഇവിടെ നമുക്ക് പുതപ്പൊക്കെ തന്നിട്ടുണ്ട് നല്ല രസമാണ് ഈ രാജ്യം തുർക്കി എന്ന രാജ്യമായിട്ട് വളരെ സിമിലറാണ് ഭാഷയും വളരെയധികം സിമിലറാണ് അതുമാത്രമല്ല കൾച്ചറും അതെ ഇപ്പം മാറ്റാണെങ്കിലും ഫുഡാണെങ്കിലും ഇപ്പോൾ സൂ എന്ന് പറഞ്ഞാൽ വെള്ളം സൂത്ത് എന്ന് പറഞ്ഞാൽ പാൽ ഇതൊക്കെ ആ രാജ്യത്തും അതേപോലെ തന്നെയാണ് ബാഗ് ആ ഇത് വെയിറ്റ് ഒന്നുമില്ല എന്നിട്ടാ വെയിറ്റ് ഉണ്ട് പറഞ്ഞില്ലേ
കണ്ടോ ഞാൻ ഒരു കൈ വെച്ചെടുക്കുന്നത് അവൻ്റെ ബാഗ് അത് ഭയങ്കര വെയിറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ രാജ്യം എന്താണ് ഇങ്ങനെ തുർക്കിയ രാജ്യമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആകാൻ കാരണം? എന്താ അപ്പൊ ബാക്കിയുള്ള ജോർജിയൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. ജോർജിയ അല്ല അല്ല ഭാഷ എന്താ ഇവിടുത്തെ ഈ അസർബൈജാൻ ഭാഷ പകുതി ഹിന്ദിയും പകുതി എന്താണ് തുർക്കിയും അങ്ങനെയാണല്ലോ. അതെന്താ അപ്പൊ റഷ്യനും തുർക്കിയും എന്താണ് ഹിന്ദിയും. ഇസ്തറഫ് എന്ന് പറഞ്ഞ ഹിന്ദിയാണ്. ദോസ്ത് ഹിന്ദി അങ്ങനത്തെ അതൊക്കെ എനിക്ക് മനസ്സിലാവാണ് പകുതിയും പറയുന്നത്. കാരണം എന്താ നമ്മളൊക്കെ അറിയുന്ന ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും. കണ്ടോ താഴത്തേക്ക് മുകളിലേക്ക് അങ്ങനെയൊക്കെയാണ്. നല്ല രസമല്ലേ ഇവിടുത്തെ വീടുകള്? പോവാ ഓക്കെ മറ്റേ വീട്ടിലേക്ക് പോവാ. ഇവിടുന്ന് ആൾക്ക് വേറെ വീടുണ്ട് അങ്ങോട്ട് പോവാന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ അങ്ങോട്ട് പോവാണിപ്പോ. എന്താല്ലേ സ്നേഹം നമ്മളിപ്പോ കുടുംബക്കാരുടെ വീട്ടിൽ വന്നിട്ട് അടുത്ത വീട്ടിൽ പോവാന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. അടുത്ത വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടി കയറിയപ്പോ ഇതാർക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ബ്രെഡ് എല്ലാം എടുത്തിട്ട് വന്നു. എന്റെ കയ്യിലെല്ലാം തന്നെ നോക്ക് ഫുള്ള് ഇവരുടെ ബ്രെഡ് ഇങ്ങനെ ഫുള്ള് നമ്മളെ പ്ലം കേക്ക് ഉണ്ടല്ലോ, പ്ലം കേക്ക് പോലെ ഇരിക്കും. അപ്പൊ ഇത് ആർക്കും കൊടുക്കാൻ വേണ്ടിട്ട് തോന്നുന്നു. കട്ട് ചെയ്യൊന്നുമില്ല, നമ്മൾ ആ ടൈം ആകുമ്പോ കട്ട് ചെയ്ത് കഴിക്കുള്ളൂ. കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ. പക്ഷെ അത്യാവശ്യം ഹാർഡായിരിക്കും, അത്ര സോഫ്റ്റ് ഒന്നും ആയിരിക്കൂലേ. നമ്മളിത് അടുത്ത വീട്ടിലേക്ക് വന്നിട്ട് ഈ ബ്രെഡ് ആർക്കാ കൊടുത്തെന്നറിയാം, ഈ ഡോഗിനെ കൊടുത്തു. അങ്ങനെ ഒരു ഫുൾ ഇത് കൊടുത്തേക്ക് നോക്ക്, ഒരു ഫുൾ ബ്രെഡ്. അത് കഴിക്കുമോ? ബ്രെഡ് മാത്രമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എടുത്തത്. നോക്ക് കടിച്ചെടുക്കുന്നത് അത്രയും വലുത്. ഇതാ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്. ഡോറ് തുറക്കുന്നു. ഇതാളുടെ വീട് ഒറ്റയ്ക്ക്. ഇനി ഇവിടെയും ഡോഗ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഇവിടെ ആൾക്കാരുണ്ടാവൂലേ. അടുത്ത വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് തൊട്ടപ്പുറം തന്നെയായിരുന്നേ, ഒരുപാട് ദൂരമൊന്നുമില്ല. കണ്ടോ അടുത്ത വീടാണിത്. അങ്ങോട്ട് ബാക്കിലേക്കൊക്കെ കൃഷിത്തോട്ടങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇനി ആള് ഒറ്റയ്ക്കായിരിക്കുമോ? ആളുണ്ടോ? നായിനെ ഞാൻ കണ്ടു. നായി എന്താ പറഞ്ഞ ആള്? എന്താ പറഞ്ഞ? സൂന്ന് പറഞ്ഞ വെള്ളം എനിക്ക് മനസ്സിലായി. ഇതിന്റെ ഉള്ളിൽ വെള്ളം തോന്നുന്നു അല്ലേ? വെള്ളമായിരിക്കും, വെള്ളം സ്റ്റോർ ചെയ്ത സ്ഥലമാണ്. ഇവിടെ ആരും താമസിക്കുന്നില്ലേന്ന് നോക്കി. ചോദിക്കാനും ചെക്കൻ അറിയൂല. 3 വർഷമായി ഇവിടെ, എന്നിട്ട് ഭാഷ പഠിച്ചിട്ടില്ല. പിന്നാരെ ഞാനോ എവിടെയൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന തന്നെ. ഇവിടെ ഒന്നും ഇപ്പം ആരുമില്ല. റോസാപ്പൂ എല്ലാം അവിടെ ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ അല്ലേ. ഫുള്ള് ആളുടെയാന്ന് പറയുന്നല്ലേ. ഈ താഴെയുള്ള എന്തെങ്കിലും ആണോ? നല്ല രസമുണ്ടല്ലോ ഈ ഇല, താഴെയുള്ള ഇല. കഞ്ചാവോ? കഞ്ചാവൊന്നുമല്ല അത്, വേറെന്തോ ഇലയാ. രസമുണ്ട്. ഇഷ്ടംപോലെ ആപ്പിളല്ലേ. നോക്ക് പച്ച ആപ്പിള്, ഫുൾ ഗ്രീൻ ആപ്പിളാ. കൊള്ള വയസ്സായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേ സ്ഥലവും വീടൊക്കെ വേണം. നല്ല രസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ. ആപ്പിളല്ലേ കണ്ട് ഇതായി മനസ്സിലായി. കണ്ടിട്ട് ഇതായടാ. എത്ര കാണാ, എത്ര ആപ്പിളാ തിന്നാൻ തോന്നണ്ടേ. ഹംസ ഇത് കൊറേ വലിയ സ്ഥലമാണ്, എല്ലാം മൂപ്പറ കൃഷി ചെയ്യണം. ഏക്കർ ഉണ്ട്. പൊളി. ഇഷ്ടംപോലെ സ്ഥലല്ലേ. ഫുൾ ആപ്പിൾ കൃഷിയും. ഇതൊക്കെ നോക്ക്, ചുമ്മാ പൊട്ടിക്ക ആപ്പിളെല്ലാം വേണ്ട. പൊട്ടിക്കാ തിന്ന വേണ്ട. ചുമ്മാ അതെ, ചുമ്മാ ഇങ്ങനെ തിന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണുന്ന പോലെ കേട്ടോ, ആപ്പിളെല്ലാം ടേസ്റ്റ് ഉണ്ടേ. സൂപ്പറാ, അടിപൊളിയാ. അത് മരത്തിൽ നിന്ന് പൊട്ടി തിന്നുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാ. എന്ത് ഏത് ആപ്പിളാ? ഇത് കൊള്ളൂല, അതാ നല്ലതെന്നാ പറയുന്നത്. താഴെ മൊത്തം ആപ്പിളല്ലേ. പക്ഷെ ഇത് തന്നെ സൂപ്പറാ. നോക്ക് താഴെ മൊത്തം ആപ്പിളാ. നമ്മള് സ്വപ്നത്തിലൊക്കെ കാണുന്ന സ്ഥലം പോലെ അല്ലേ. അല്ലേ, ഫുൾ ആപ്പിൾ തോട്ടവും. ചെറുതാ പക്ഷെ അത്
നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. എനിക്ക് ദശോട്ട് ഇത് നോക്കാം. അടിപൊളി. എൻ്റെ അമ്മോ, സോ ഗുഡ്. കൊള്ളാട്ടോ. ഇതാട്ടോ ടേസ്റ്റ്, ഇതിനേക്കാൾ ടേസ്റ്റ് ഇത് തന്നെയാ. സോറി, കണ്ട ലുക്കിലല്ല ടേസ്റ്റിലല്ലേ. കണ്ട നോക്ക്, ചെറിയ ലുക്കില്ല, പക്ഷെ ടേസ്റ്റ് ബെസ്റ്റ്. വാവ്. അവർക്ക് അറിയുന്നുണ്ടാവും ഏതാണ് ടേസ്റ്റ് ഉള്ളത് ഏതാ ടേസ്റ്റ് ഇല്ലാത്തതെന്നല്ല. നോക്കി നടന്നു. മുള്ളാണേ, കുടുങ്ങും. നല്ല ആപ്പിളാല്ലേ? ഫുൾ ആപ്പിൾ. ആപ്പിൾ തോട്ടം. എനിക്ക് ഈ ആപ്പിൾ ഭയങ്കര ഇഷ്ടമായി. ആപ്പിളൊന്നും നടക്കാൻ പറ്റില്ല ഇവിടെ. ആപ്പിളാ. എല്ലാം കൂടെ ഞാൻ പഴുത്തിക്കില്ല. പഴുത്തിട്ടില്ല. ഇല്ല. അതാ ടേസ്റ്റ് ഉണ്ട്. ഇത് റെഡ് കളർ ആയി വരണേ. ഇതല്ല, ഇത് പച്ച ഗ്രീൻ ആപ്പിൾ. ഒരു കയ്പുണ്ട്. കയ്പുണ്ട്. ചാടല്ലേ, നിലത്ത് വീണ കഴിച്ചോക്ക്. പുളി ആദ്യം അടിച്ച മധുരം, പിന്നെ അടിച്ച പുളി. നോക്ക്, ഫുൾ ആപ്പിളൊന്നും നടക്കാൻ പറ്റുന്നില്ല. നടക്കുവാ. അല്ലേ? ഡോഗിന് ഭയങ്കര സ്നേഹല്ലേ. നമ്മുടെ നാട്ടിൽ ഡോഗിനെ ആൾക്കാർ മുസ്ലിംസ്, പുള്ളി മുസ്ലിം അല്ലേ? അല്ലേ? പുള്ളി ഓടുന്നില്ലേ? പുള്ളി കള്ളു കുടിക്കുന്നില്ലേ? ഇവിടെ ആ ഡോഗ് അല്ലാണ്ട് വേറെ ആരുമില്ല. ഇവിടെ ആരും താമസിക്കുന്നില്ല. ഞാനിപ്പോൾ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇത് 5 ഫാമിലിക്കെല്ലാം ഉള്ളിൽ താമസിക്കാൻ പറ്റും. അത്രയും വലുതാണ് ഉള്ളിൽ. അവർ റെൻറ്റിനായിട്ട് കൊടുക്കും. റെൻറ്റിനൊക്കെ കൊടുത്ത് അതിൽ നിന്നൊക്കെ പൈസ കിട്ടും. പിന്നെ ആൾ എന്തോ ജോലി ചെയ്ത് പെൻഷൻ കിട്ടും. ആ പെൻഷൻ്റെ എല്ലാം പൈസ കൊണ്ടാണ് ആൾ ജീവിക്കുന്നത്. പിന്നെ 78 വയസ്സുണ്ട്. 72 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ആൾ അടിപൊളിയാണ്. ഡോഗ് ഉണ്ടോ? ഡോഗിന് ഭയങ്കര സ്നേഹം. തിരിച്ചു പോകുമ്പോൾ അതിന് വിഷമമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആരാ ഫുഡ് കൊടുക്കുക ഡോഗിനെല്ലാം? ആളിപ്പോൾ വന്നപ്പോൾ ബ്രെഡ് കൊടുത്തില്ല, അതുപോലെ ആയിരിക്കുമല്ലേ? കണ്ടോ, ആ ബ്രെഡ് പകുതി തിന്നിട്ടിന് അതുപോലെ ആയിരിക്കുമല്ലേ? അതുപോലെ കൊടുക്കുന്നുണ്ടാവും വരുമ്പോൾ. ബാക്കി തിന്നണ്, ഇരുന്ന് കഴിക്കാം. അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് വന്നാണേ. ഈ കബറടക്കൊക്കെ ചെയ്യുന്ന പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഓരോ അങ്ങനത്തേതാണ് കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അടക്കം ചെയ്യുന്ന പോലെയാണ് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ അടക്കം ചെയ്യുന്നത്. ആളുടെ ഭാര്യ മരണപ്പെട്ടായിരുന്നു കൊറോണേൻ്റെ സമയത്ത്. അതാണ് ഫോട്ടോയിൽ നമുക്ക് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാൻ കൊണ്ടുവരുന്നതാണ് നമ്മളെ. ഇതല്ലേ 2020 മരണപ്പെട്ടു അല്ലേ? കൊറോണേൻ്റെ സമയത്തല്ലേ? 1953 ജനിച്ചത്. അമ്മ. ഓ അമ്മ. സൈനബ്, നല്ല പേരില്ലേ? ഓ സിസ്റ്റർ. ഓക്കെ. ഇവർ 2017 മരണപ്പെട്ടു. 1931 ജനിച്ചിട്ട്. സിസ്റ്റർ മുന്നേ മരണപ്പെട്ടു എന്ന് തോന്നുന്നു. ആരാ? ബ്രദർ. ഓ ഇതൊരു വെറൈറ്റി ആയിട്ട് അവർ വെച്ചിട്ടുണ്ടല്ലോ.
അല്ലേ? നമ്മുടെ നാട്ടിലിങ്ങനെ വെക്കൂലല്ലോ. Bu Karabağ şehir. Karabağ. ഇയാള് യുദ്ധത്തിൽ മരിച്ചതാണ്. യുദ്ധത്തിന് മരിച്ചു പോയത്. അത് തിന്ന് വെച്ച പൂവാണല്ലോ. ഡെയിലി ആൾക്കാർ വരുന്നു. ഓ, ഇതാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലേ? നമ്മുടെ നാട്ടില് ക്രിസ്ത്യൻസ് മാത്രമല്ല ഇങ്ങനെ വെക്കുള്ളൂ അല്ലേ? മുസ്ലിംസ് ഇങ്ങനെ വെക്കൂലല്ലോ. ഇല്ല, നമുക്ക് ജസ്റ്റ് ഈ വലിയ വലിയ ആൾക്കാരെ മരിച്ചാലാണ് അവര് ഇത് കൊടുക്കും. ഇതാരാ 2000 മരിച്ചു? ആരാ? സോവിയറ്റ് 100 വർഷം ജീവിച്ചിട്ടുള്ള. അയ്യോ, ഇതാരാണ്? കുടുംബക്കാരാ? 100 വർഷമൊക്കെ 1900 ജനിച്ചടാ. 1900 ജനിച്ചിട്ട് 2000 മരണപ്പെട്ടത്. ഓ, 100 വർഷമൊക്കെ കറക്റ്റ് ജീവിക്കുന്നു. ഓ, ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചിട്ടുണ്ടാവും 100 വർഷം. അടിപൊളി. അയാൾ എന്ത് നല്ല മനുഷ്യനാ നോക്ക്. അയാൾ കുടുംബക്കാർ, അതായത് ഇപ്പോൾ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ മരിച്ചവരൊക്കെ, നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ആള് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് കണ്ടോ. ആൾക്കുള്ളത്. എടാ എന്തോ പറയുന്നു, പറ. ഇയാളെ കുടുംബക്കാരാണ്. പിന്നെ ഈ മഹല്ലെന്നൊക്കെ പറയും. ഓക്കെ, ഇത് ഫുള്ള് പുള്ളിക്കാരൻ്റെതാണ്. അപ്പോൾ ഫാമിലിയിലുള്ള ആളുകളൊക്കെ, മരണപ്പെട്ട ആളുകളൊക്കെ ഇവിടെ തന്നെ ഇതാക്കുന്നു. ആൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മരണപ്പെട്ടെങ്കിൽ അതൊക്കെ കാണിക്കാൻ കൊടുക്കും. അയ്യോ പാവം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവിടെ അടക്കം ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് വിഷമമായി. എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, ഈ ലോകത്ത് എല്ലാവരും ജനിച്ചവരെല്ലാവരും മരിക്കും. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും ഒരാൾ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. നമ്മളെ സ്വന്തക്കാരെ പോലെ കണ്ടിട്ടാണ് ഇവരെല്ലാം കാണിച്ചു തന്നതും ഇവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരുന്നതും. ആൾക്ക് സന്തോഷം, നമ്മൾക്കും ഹാപ്പി. ആൾ നമ്മളെ അങ്ങനെ എന്താ പറയുക, അത്രയും വേണ്ടപ്പെട്ടവരെ പോലെ നോക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് തോന്നുന്നുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുടെ അടുത്ത തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നേക്കുക. ആളെല്ലാം നമുക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ഏറ്റവും വലിയ റിച്ച് ആൾ ഈ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. എവിടെ നോക്കിയാലും ആളുടെ സ്ഥലമാണ്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ഇങ്ങനെ ശരിക്കും കട്ട് ചെയ്ത് നിർത്തി അവരത് മെയിൻറ്റെയിൻ ചെയ്ത്. ഇതൊക്കെ ആപ്പിൾ തോട്ടം. പക്ഷെ ആപ്പിളൊക്കെ തീർന്ന്, പക്ഷെ ആ പച്ചപ്പെല്ലാം അയ്യോ എന്ത് ബ്യൂട്ടിഫുള്ളാ. ഭയങ്കര രസമുണ്ട് അവിടെയൊക്കെ. അത് നൈസാണ്. ഓക്കെ, ആളുടെ സ്ഥലമാണെന്ന് തോന്നുന്നു, ആണ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഓ അടിപൊളി, ഫുൾ പച്ചപ്പും എന്ത് രസാ. നല്ല രസമില്ലേ ഇവിടെ എല്ലാം? സൂപ്പർ പച്ചപ്പൊക്കെ ആയിട്ടില്ലേ? വേസ്റ്റ് കൊടുത്തിട്ടുണ്ടടാ അല്ലേ? സ്വഭാവ. അടുത്ത് നമ്മൾ വേറെ ഏതോ വീട്ടിലേക്ക് വന്നേക്കാണ്. ഡോറിലൊക്കെ പോയി തട്ടുന്നുണ്ട്. പുറത്തൊക്കെ നോക്കി ഒരു കാറ് കിടക്കുന്നു. ഇവിടുത്തെ ഓരോ കാറുകളും കാണാൻ ഭയങ്കര രസമാണ്. നമ്മളെ നാട്ടിലില്ലാത്ത ടൈപ്പ്. ഇത് മറ്റേ റോൾസ് റോയ്സ് ഒക്കെ പോലെ നീളം കണ്ടോ? ഭയങ്കര നീളല്ലേ? നോക്ക്, ഭയങ്കര നീളം. ഭയങ്കര എന്ത് നീളാ ഇത്. പാർക്കിയുടെ എവിടെയാ നോക്ക്, എത്ര നീളം. എൻ്റെ അമ്മു അല്ലേ, ഭയങ്കര നീളമുണ്ട്. ഇത്രയും വലുതെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ അതിൻ്റെ ആ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രില്ലെല്ലാം കണ്ടോ ഫ്രണ്ടിലെ? ഓ, ഇതൊരു എൻഡിലാ വീട് കണ്ടോ. മൊത്തം ഭയങ്കര രസാട്ടോ. ഈ വില്ലേജ് മൊത്തം ഞങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു വില്ലേജാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളാളുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ വന്ന കേട്ടോ. ഫ്രണ്ടിന്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നേക്കും നമ്മളെ. ഈ നാട് മൊത്തം നമ്മളെ കാണിച്ചില്ലേ? ഇവിടെ വാറ്റാടി പരിപാടി, വാറ്റ പരിപാടി. അയ്യോ സെറ്റ്. ഇവർക്ക് അതാ ആപ്പിൾ വെച്ചാണോ വാറ്റുന്നത്? വോഡ്ക. വാവ്, വാറ്റ് അതന്നെ. ആപ്പിൾ വോഡ്ക. ആപ്പിൾ. ഓക്കെ, ആപ്പിൾ വെച്ചാണ് വാറ്റുന്നപ്പോ ഫുള്ള് വാറ്റല്ലേ? കാണിച്ചു തരുന്ന ആള്. എങ്ങനെ ഇതിന്റെ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്ന എന്തോ ഉണ്ടോ? ബാക്കുവിലെ ആള് അങ്ങനെ ഇരിക്കും പറയുന്നുണ്ടാവാ. ഇവരെല്ലാവർക്കും മാറ്റാന്ന് തോന്നുന്നു. ആളുടെ വീട്ടിലാണല്ലോ എന്തോരാ. അതുപോലെ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ
Gitti. മുന്തിരിയാണോ? ഇവിടെ മുന്തിരി ഉണ്ടായിരുന്നോ? ഇവിടെയൊക്കെ ആരും ഇല്ലല്ലോ. ഭയങ്കര സമാധാനവും സൈലൻസും ഇവിടെ. നല്ല രസമുണ്ട് വഴിയെല്ലാം. ചായ വേണ്ട, നിനക്ക് വേണമെങ്കിൽ കുടിച്ചോ. ഞാൻ ചായ കുടിക്കൂലല്ലോ. ഓക്കെ, എന്ത് രസം അവിടെ എല്ലാം. ചായ വേണോന്ന് ചോദിക്കുന്നു. എനിക്ക് വേണ്ട. ട്രൈ ചെയ്യാം. നീ കുടിച്ചോ, ഒരെണ്ണം കുടിച്ചോ. ഒരെണ്ണം ബിർ 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 എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ അറിയുന്ന ഒരേ ഒരു സാധനമാണ്. കാരണം ഞാൻ തുർക്കിയിലെല്ലാം ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണിച്ചു കൊടുക്കൂലേ, അപ്പോൾ പറയും ഞാൻ ബിർ മില്ലെന്ന്. എന്താ മുന്തിരിയല്ലേ ഇത്? കണ്ടിട്ട് മനസ്സിലാവില്ല, എല്ലാം ഒരേപോലെ തോന്നുന്നു. മുന്തിരി ആളുടെ വാറ്റുണ്ടാക്കാനുള്ള വാറ്റുണ്ടാക്കാം. ഇതാണ് നേരത്തെ ഫ്രൂട്ട്. ഇതൊക്കെ എന്താ ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാവണേ നമ്മുടെ നാട്ടിലില്ലേ സാധനം. കൊള്ളൂല. എന്താ സപ്പോട്ട? അത് സപ്പോട്ടൊന്നുമല്ല, വെള്ളയാണ്. ഉണ്ടോ? നോടിയാ ഇതെല്ലാം അയാളെ വാറ്റ്. അയാളുടെ പറ്റിയന്ത്രം. നൈസ്. ഞാൻ നമ്മളോട് എന്ത് സ്നേഹം, അതൊക്കെ കാണിച്ചു തരുന്നില്ലേ? ഇങ്ങനെ ഓരോന്ന് കൊണ്ടുപോയിട്ട് അതന്നെ നല്ല കാര്യം. ഇവിടെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞേ, ഉള്ളിലേക്ക് കയറുകയാണേ. ഇതൊക്കെ എന്താ, അച്ചാറോ? ഫോട്ടോ ഒക്കെ അല്ലേ? ചായ ഉണ്ടാക്കുന്ന നോക്ക്. ഇവരുടെ ചായ പാത്രം തന്നെ എന്ത് രസാ കാണാൻ അല്ലേ? എടാ എന്താ പറയുന്ന മനസ്സിലാവുന്നില്ല. എന്താ പറഞ്ഞേ? നമ്മള് കാണിച്ചു തരാ എല്ലാം. ഇവിടെ ആളൊറ്റയ്ക്കാ? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമാണല്ലോ, വലിയ വീട് അല്ലേ? ഇവിടെ എല്ലാവരും വലിയ വീട് അല്ലേ? നോക്ക് എന്തോരം സ്ഥലം, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോ? Azerbaycan'da çoktan Ben baki de talaba. Kardeş o talebe. Ben baki de talaba. Bu ben Abuya student işte. yok. Ben Talebe. talaba. Hanson Mesut. Hanson bir Deniz Akademi. Deniz akı değil. Ha. പഠിക്കാന്ന് പറഞ്ഞു. Kardeşim. O? Braz, tvoj. Braz bak. O isteyirim ona. Ha? İsteyirim. ആഷിക്കിനെ ചോദിക്കുന്നു. Architektör. ആഷിക്ക് എന്താ പഠിക്കാന്ന് പറ, മെഡിസിൻ പഠിക്കാന്ന് പറ. Büyük kardeşim de Braz'da. Baku işi yoktu. Baku. Baku. Работает или живет постоянно. Baki da. Evet. yaşayır, Bakı'da yaşayır. O danışabiliriz biz. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ നോക്കി നമുക്ക് കഴിക്കാൻ വേണ്ടി പശുവിൻ്റെ മുട്ടായി ഉണ്ടല്ലോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. ഈ പശുവിൻ്റെ ചിത്രം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഈ മഞ്ഞ കളറും ഈ ഒരു പാക്കിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അതാണെന്ന്. എന്നിട്ട് അത് ഞാൻ കഴിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പശുവിൻ്റെ മുട്ടായി. എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവർ വോഡ്ക എല്ലാം തരുന്നുണ്ട് കേട്ടോ. നോക്ക്, വോഡ്ക്കൻ്റെ ഗ്ലാസും. ഇതെന്തോ ഓർഗാനിക്. ഞാൻ കുടിക്കുമെന്നോ അങ്ങനെയൊന്നുമില്ല, വേണേ കുടിക്കാന്ന് മാത്രം. വേണ്ട, ഇപ്പൊ വേണ്ട. പച്ച കളറില്ല, എന്തത് ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ. അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വോഡ്ക്കയും പുറത്തുനിന്ന് വാങ്ങിയ വോഡ്ക്കയും എല്ലാം ഉണ്ട്. ഞാനങ്ങനെ കുടിക്കലില്ല, പക്ഷെ ഇത് ജസ്റ്റ് ഒരു ട്രൈ ആക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഇച്ചിരി ഞാൻ കുടിക്കുന്നത്. എന്തിനാ ഇത് വിക്സിക്കണോ? അത് കോളയും കുടിക്കാൻ തന്നെ. Döktünüz mü şunu? Sade mi alın şimdi? ഞാൻ വോഡ്ക അങ്ങനെ കുടിക്കലില്ല, വിസ്കിയും ബീറാ കുടിക്കല്. അതാ. Buraya gidip buraya gidip. Cheers. Cheers. Okay. Okay. അടിക്കണം കേട്ടോ. ചിയേഴ്സ്. ഒറ്റവലി കുടിക്കണോ? 78 വയസ്സ്.
ഈ പശുവിൻ്റെ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കുടിച്ച് അതെല്ലാം കഴിച്ച് ഇതെല്ലാം കുടിച്ച് എൻ്റെ കിളി പോകുമെന്ന് തോന്നുന്നുണ്ട്. അവനുള്ളതുകൊണ്ട് അവൻ എന്നെ നോക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. കുടിക്കും, ഞാൻ പബ്ബിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കുടിക്കാറുണ്ട്, അല്ലാണ്ട് ഞാൻ കുടിക്കാറില്ല. ഞാൻ കള്ളു കുടിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നൊന്നല്ല കേട്ടോ. കള്ളു കുടിക്കേണ്ടവർക്ക് കുടിക്കാം, കുടിക്കേണ്ടാത്തവർക്ക് കുടിക്കണ്ട. സോ എന്താ പറയുക, കള്ളു കുടിക്കുന്നത് നമ്മളെ നാട്ടിൽ ഭയങ്കര തെറ്റായിട്ടൊക്കെ കാണുന്നതാണ്. സോ ഇഷ്ടമുള്ളവർ മാത്രം കുടിച്ചാൽ ഇത് ആരോഗ്യത്തിനൊന്നും നല്ലതല്ല. നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ്, ഇപ്പോൾ ഈ കഴിച്ച മുട്ടായി പോലും മൊത്തം ഷുഗറാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാം അൺഹെൽത്തിയാണ്. ഇതാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മളെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കള്ളു കുടിക്കുന്നത് മാത്രം തെറ്റാണ് എന്ന് പറയുന്നില്ല. ഇവരാണെങ്കിൽ മുസ്ലിംസും കൂടെയാണ്, എന്നിട്ട് തന്നെ കള്ളു കുടിക്കുന്ന ഒരു പ്രശ്നവും അവർക്കെല്ലാം. പിന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും കള്ളു കുടിക്കുന്ന ഒരു കൾച്ചർ പോലെയാണ്, അല്ലാണ്ട് അത് ഭയങ്കര ഇതായിട്ടല്ല. നമ്മളെ നാട്ടിലാണ് കള്ളു കുടിച്ച ആൾക്കാരെ തല്ലുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ. മൂന്നാമത്തത് അടിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി നേരത്തെ 2 അടിച്ച്, ഇനി ഒരെണ്ണോട് അടിക്കാൻ വേണ്ടി പോവാണ്. സോ അടുത്ത് അടിക്കാൻ വേണ്ടി പോവാം. ആള് എനിക്ക് ഫുള്ള് ഒഴിച്ചേക്കണ്, നോക്ക്. ആള് ചെറുതാ അടിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത്, എനിക്കല്ല ഫുള്ള് അടിച്ചിട്ടുള്ളത്. Şaşırdı. ഓഫ്, ഇറങ്ങിപ്പോണം അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫുള്ള് നല്ല രീതിയിൽ വലുതായിട്ട് തന്നെ ഒഴിച്ച് കത്തിപ്പോയി. ഡിന്നർ ഇതാ ഒരു ക്യുക്കുംബറും കഴിച്ചു, ഒരു എഗ്ഗും കഴിച്ചു. എഗ്ഗ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ എന്താ ഇവിടെ ക്യുക്കുംബർ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ചീസും അതൊക്കെ തന്നിട്ടുണ്ടാകും, പിന്നെ കഴിക്കുന്നില്ല. ഞാൻ ക്യുക്കുംബർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫോണൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതുണ്ട്, എന്താ പറയുക, നമ്മളെ വൈഫൈ ഉണ്ട്. സോ ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.